നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് 3 മുട്ട നന്നായിട്ട് ഇളക്കി വെക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും മറക്കാണ്ട് എന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലൊരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ. ഇതൊരു 2 എണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. രാത്രി ഭക്ഷണമായിട്ട് ഇതുണ്ടാക്കിയാൽ മതി. ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും അതിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയമെടുക്കും. ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. കാരണം ഇതിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർക്കാൻ. ഇനി കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, പച്ചമുളക് നന്നായി അരിഞ്ഞത്, ഒരു പകുതി സവാള അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുക. മൈദ കൊണ്ടാണല്ലോ ബ്രെഡ് ഉണ്ടാക്കണത്. ആട്ട ബ്രെഡും വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ആട്ട ബ്രെഡിന് അത്ര സ്വാദില്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങിച്ച് കഴിക്കില്ല. അപ്പോൾ മൈദയുടെ ദോഷം തീരാൻ വേണ്ടിയിട്ട് ഇതേപോലെ പച്ചക്കറികളെല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ മൈദ കൊണ്ടുള്ള ദോഷം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ക്യാബേജും ക്യാരറ്റും സവോളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗ്രീൻ പീസ്, ബീൻസ് അതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒരു ദോശത്തട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ എന്താ വേണ്ടത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മുട്ടയും പച്ചക്കറിയും കൂടിയിട്ട് ഇളക്കി വെച്ചിട്ടുള്ളത് ദോശത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു ബ്രെഡ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതേപോലത്തെ ഒരു ഷേപ്പാക്കി കൊടുക്കാം. ഈ മുട്ടക്കൂട്ടിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടറും നെയ്യോ എണ്ണയൊന്നും അധികം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അത് തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ അടിഭാഗം ഒന്ന് ടോസ്റ്റായി കിട്ടും. ഈ തിരിച്ചിട്ടതിന് ശേഷം ആ മുട്ടയുടെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുക്കാം. കൈ കൊണ്ടോ ചട്ടുകം കൊണ്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. മുട്ടയായിട്ടൊന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. ഇനി ഈ 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ടിട്ട് ടോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ മനസ്സിലായില്ലേ ഇതുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലയെന്ന്. കുറച്ച് ക്യാബേജും ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്ന് അരിയേണ്ട സമയമേ വേണ്ടോ. പക്ഷേ നല്ലൊരു രാത്രി ഭക്ഷണം റെഡിയായി. ഇതൊരു 2 പീസ് കഴിച്ചാൽ മതി അത്താഴത്തിന്. വയറെന്തായാലും നിറഞ്ഞു കിട്ടും. ഇപ്പോൾ ബ്രെഡ് 2 ഭാഗവും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി 2ാമത്തെ പീസ് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം. മുട്ട ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുക്കാം. അതിന് ശേഷം അത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസ് ബ്രെഡ് വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡും കൂടെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം.
ഇവിടെ കുട്ടികൾക്കൊക്കെ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ബട്ടർ തേക്കണത്. കുട്ടികൾ പിന്നെ ഇത്തിരി ബട്ടർ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതാ കണ്ടോ, ഈ ഭാഗം നല്ല ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഈ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് റെഡി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്കും ഷെയറും ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി.